എല്ലാവരും ഒരുമിച്ച് ഫാബരിയുടെ ചർച്ച വന്നപ്പോ ലീഗിനെ ഇതാണ് അവസരം എന്ന് കരുതി രംഗത്ത് വന്നു തകർക്കാൻ. അതുവരെ പതിയിരുന്ന ആക്രമണങ്ങൾ നടത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി മാധ്യമം എന്ന പത്രം 90-ൽ പുറത്തിറക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പൊതുമുഖത്തിന്റെ സ്വഭാവത്തോടുകൂടി 20 കൊല്ലത്തിലെ മാധ്യമത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അവർ നിർവഹിച്ച ദൗത്യം എന്താണ്. 90-ലാണ് മാധ്യമം വരുന്നത്. 93-ലാണ് ഔദ്യോഗികമായി NDF രൂപീകരിക്കുന്നതെങ്കിലും 90 മുതലേ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയത്ത് കൈമയെന്ന് പറഞ്ഞ്, വയനാട്ടിൽ വൈമയെന്ന് പറഞ്ഞ്, കോഴിക്കോട് കൈമയെന്നും മലപ്പുറത്ത് വൈമയെന്നും തൃശ്ശൂരിൽ തൈമയെന്നും ഒക്കെ പറഞ്ഞ് NDF-കാരൻ അതിന്റെ വികേന്ദ്രീകൃതമായ സ്വഭാവം ആരംഭിക്കുന്നത് 90-കളിലാണ്. വാഗമണിൽ സിമി അതിന്റെ 2ാമത്തെ മീറ്റിംഗ് കൂടാൻ പാകപ്പെടുമാറ് ഇന്ത്യയിൽ പിരിഞ്ഞു പോയിരുന്ന സിമിയുടെ ക്രോഡീകരണം ഉണ്ടാക്കുന്നത് 90-കളിലാണ്. ബാബരി മസ്ജിദിനെ മാത്രമായുധമാക്കി മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തി അബ്ദുൽ നാസർ ബാബരി ഒരു വലിയ രാഷ്ട്രീയ മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാട്ടിപ്പൂച്ചയും കാട്ടിപ്പൂത്തൊക്കെ ആയിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് 90-കളിലാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ളത് ഇതൊക്കെ ലീഗ് പാർട്ടികളുടെ വൃത്തത്തിന് പുറത്തുള്ള ആക്രമണങ്ങളാണ്. അതൊക്കെ സഹിക്കാമായിരുന്നു. അതിനപ്പുറം ഏതൊരു മുസ്ലിം ലീഗുകാരന്റെയും എക്കാലത്തെയും വികാരമായിരുന്ന, ഇഷ്ടമായിരുന്ന, അവന്റെ സന്തോഷമായിരുന്ന, അവന്റെ വൈകാരികതയായിരുന്ന ഇബ്രാഹിം കുളൈ മസ്ജിദ് സാഹിബ് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പാണക്കാട് അവരുടെ ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് എനിക്ക് സമുദായത്തെ ഉറക്കി കിടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സട്ടു സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിട്ടുപിരിഞ്ഞുപോയി. തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് ഭയന്ന്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പേടിച്ച് ഈ സമുദായം ആദരിച്ച, ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട സട്ടു സാഹിബ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. യൂത്ത് ലീഗിലെ ഒരു പ്രവർത്തകനായ ഞാൻ അന്ന് യൂത്ത് ലീഗിന്റെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ചെറുപ്പക്കാർ വന്നിരുന്നില്ല. അവർ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാകയോട് അധമ്യമായ ഉത്കടമായ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് അവർ ലീഗ് വിട്ടുപോയില്ല. പക്ഷേ അവരുടെ മനസ്സ് സട്ടു സാഹിബിന്റെ കൂടെയായിരുന്നു. അവരുടെ മനസ്സ് അതിവൈകാരികമായ ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചവരുടെ കൂടെയായിരുന്നു. എന്തിനാണ് ലീഗ് ഇങ്ങനെ ഒരു മിതത്വത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് എന്നവർ ചോദിക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് ഒരു വല്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരനാമത്ത് മുതൽ പോലെ തന്റെ കൈവെള്ളയിലേക്ക് എത്തിയ മുസ്ലിം ലീഗിന്റെ നേതൃപദത്തിൽ നിന്ന് അതിസൂക്ഷ്മമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു കാലം. മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ, ഞങ്ങൾ പ്രസംഗകന്മാർ, അതിന്റെ പ്രചാരകന്മാർ, ഞങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട് ഒരു അഹങ്കാരത്തോടു കൂടെ. എന്താ പറയാറ്? ഇന്ത്യയുടെ പാർലമെന്റ് പിരിച്ചുവിടുമ്പോ ആ പാർലമെന്റിൽ 2 സീറ്റിൽ ടവലിട്ട് വെച്ച് വരാൻ കഴിയുന്ന പാർട്ടി ഞങ്ങളാണ്. ഇന്ത്യയിൽ എത്ര വലിയ രാഷ്ട്രീയ അടിയൊടുക്കുകൾ ഉണ്ടായാൽ മഞ്ചേരിയിലും പൊന്നാനിയിലും ലീഗ് ജയിക്കുമെന്ന് അഹങ്കാരത്തോടെ ഞങ്ങൾ പറയുമായിരുന്നു. മുസ്ലിം ലീഗുകാരന്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു മഞ്ചേരിയും പൊന്നാനിയും. ആ 90-കളിൽ ഉണ്ടായ രാഷ്ട്രീയ സമീപനങ്ങളുടെ ഫലമായി ആ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്ന് മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചപ്പോൾ ലീഗ് തോറ്റുപോയി. എന്റെ വയനാട്ടിലെ മേപ്പാടിയിൽ വൃദ്ധനായ കൽമാറാക്ക എന്ന് പറയുന്ന ഒരു ലീഗുകാരൻ അങ്ങാടിയിൽ വെച്ച് വാർത്ത കേൾക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വാർത്ത. മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ തോറ്റുവെന്ന് വാർത്ത കേട്ട നിമിഷം ബോധരഹിതനായി ആ മനുഷ്യൻ അങ്ങാടിയിൽ കൊണ്ടു, കൈമുട്ട് തകർന്നുപോയി. എത്ര പേർ നട്ടപ്പാതിരക്ക് വീട്ടിൽ ഞെട്ടി ഉണർന്ന് ആർത്തു കരഞ്ഞവരുണ്ട്. ഭാര്യ കാണാതെ, മക്കൾ കാണാതെ തലയിടയിൽ മുഖം അമർത്തി കരഞ്ഞ എത്ര വൃദ്ധന്മാർ. ലീഗ് തോറ്റുപോയി മഞ്ചേരിയിൽ. തോൽവിയുടെ ഒരു പ്രളയമുണ്ടായി. പിന്നീട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വോട്ട് ചെയ്ത മലപ്പുറം മുനിസിപ്പാലിറ്റി ചരിത്രത്തിൽ ആദ്യമായി ലീഗിന് പോയി. മഞ്ചേരി പോയി, പൊന്നാനി പോയി, തിരൂര് പോയി, കാസർഗോഡ് മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിന് നഷ്ടമായി പോയി. ലീഗ് ഇങ്ങനെ പടപടാതെ തോൽക്കുകയാണ്. അപ്പോഴും ഒരു മനുഷ്യൻ സുസ്മേരവദനായി പാണക്കാട് കൊടപ്പനക്ക തറവാട്ടിൽ ഉണ്ടായിരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, തോൽക്കട്ടെ, അങ്ങനെ തോൽക്കട്ടെ. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും അവസാനത്തെ ലീഗുകാരൻ തോറ്റുപോയാലും ഈ ലീഗിന്റെ പച്ച പതാക ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ അടുക്കളയിലും പണയം പറ്റില്ല എന്ന് ലീഗ് തീരുമാനിച്ചു. പാണക്കാട് തങ്ങളുടെ ആ തീരുമാനത്തിന്റെ വിലയാണ്
20 MLA-മാരായി കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് ത്യാഗങ്ങളും വേദനയും നഷ്ടങ്ങളും സഹിച്ചാണ് മുസ്ലിം ലീഗ് സമരങ്ങളിൽ പോരാട്ടം നടത്തിയത്. അന്നത്തെ പാലക്കാട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന പുറത്തു ചിരിക്കുമ്പോഴും തന്റെ കൈവെള്ളയുടെ കൺവെട്ടുമ്പോ വെട്ടത്ത് വെച്ച് മുസ്ലിം ലീഗ് തോൽക്കുന്നത് കാണുമ്പോഴുള്ള തങ്ങളുടെ ഹൃദയവേദന, ആ വേദനയുടെ കൊയ്ത്തുകാലമാണ് 20 MLA-മാരായി കേരളത്തിന്റെ നിയമസഭയിൽ മുസ്ലിം ലീഗ് ഉണ്ടായത്. 20 MLA-മാർ കേരളത്തിന്റെ നിയമസഭയിലുണ്ട് എന്നത് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല അതിന്റെ എണ്ണത്തിൽ. പക്ഷെ സ്നേഹമുള്ളവരെ, ഞങ്ങൾക്കൊരു അഹങ്കാരമുണ്ട്. അതൊരു അഹങ്കാരമാണ്. അതെന്താണെന്ന് അറിയുമോ? ഞങ്ങൾ 20 MLA-മാരുടെ പെട്ടിയിലും രാജ്യത്തിലെ ഒരു വൃത്തികെട്ടവന്റെയും ഒരു തീവ്രവാദിയുടെയും ഒരു വോട്ടിന്റെ അംശം പോലുമില്ല എന്നത് ഞങ്ങളുടെ സ്വകാര്യമായ അഹങ്കാരമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു വേളയിലും ഒരു ഇരുട്ടിന്റെ മറവിലും ഒരാളോടും ഞങ്ങൾ കൂടാതെ നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങൾ വരികയാണ്. ഒരാഴ്ചയുടെ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഞങ്ങൾ എവിടുക്കാ വരേണ്ടത്? എന്തിനു? കരാറിൽ ഒപ്പുവെക്കാൻ, അവരുടെ 2, 3, 4 വോട്ട് വാങ്ങാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, കൊണ്ടുപോടോ തന്റെ വോട്ട്, ഞങ്ങൾക്ക് വേണ്ട. ജനാധിപത്യ കേരളത്തിൽ ജയിച്ചു വരാൻ ഇരുട്ടിന്റെ മറവിൽ ഒരാളോടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നന്മയുടെ പേരിൽ, നീതിയുടെ പേരിലാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിച്ച ഒരു നിലപാട്, അത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. ഇനി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 27,000 വോട്ടിന് സിപിഎമ്മുകാരൻ ജയിച്ചു വന്ന അരീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുമ്പോ, അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രകാശൻ മാഷോട് മത്സരിക്കാൻ പോകുമ്പോ നൂൽപ്പാലത്തിന്റെ മുകളിലാണ്. എപ്പോഴാണ്, എത്രയാണ്, ആര് ജയിക്കും പറയാനാവില്ല. പക്ഷെ അവർ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ജയിക്കുന്നുവെങ്കിൽ ആൺകുട്ടികളെപ്പോലെ നേരിന്റെ പക്ഷത്ത് നിന്ന് ജയിച്ചാൽ മതി, അല്ലാത്ത ഒരു ജയം വേണ്ട. അങ്ങനെ ജയിച്ച് 20 MLA-മാര് കേരളത്തിന്റെ നിയമസഭയിൽ കയറിയപ്പോ NDF-കാരന്റെ പത്രസമ്മേളനം എന്താ പറഞ്ഞത്? രഹസ്യമായി ഞങ്ങൾ ഒരു വോട്ട് ചോദിച്ചു. KM ഷാജി വോട്ട് ചോദിച്ചു, യൂത്ത് ലീഗുകാർ വോട്ട് ചോദിച്ചു. ഞാൻ പത്രസമ്മേളനം വിളിച്ചു. ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനാണ്, ഞാനൊരു MLA ആണ്. എന്റെ വാക്കുകൾക്ക് ചില മര്യാദകളും പരിധികളും ഉണ്ടാവണം. അതിനപ്പുറം ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. അതുകൊണ്ട് മാന്യതയുടെ അങ്ങേ അറ്റത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഇരുട്ടിന്റെ മറവിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയോട് വോട്ട് ചോദിച്ചതിന്റെ തെളിവുണ്ടെങ്കിൽ, നല്ല വാപ്പക്കു പറഞ്ഞവരാണെങ്കിൽ ആ തെളിവുമായി വരണം. പറഞ്ഞല്ലോ, ഇതുവരെ തെളിവായിട്ട് വന്നിട്ടില്ല. അതിനർത്ഥം നല്ല വാപ്പാക്കല്ല പറഞ്ഞതെന്ന, അതല്ലെങ്കിൽ തെളിവില്ലാത്ത എന്താ നിങ്ങൾ പറയേണ്ടത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ. അരീക്കോട് മണ്ഡലത്തിൽ എനിക്കറിയാം 5000 വോട്ടിന് പുറകിൽ, 6000 വോട്ടിന് പുറകിൽ, 8000 വോട്ടിന് പുറകിൽ. അപ്പോഴാണ് NDF-ന്റെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രകാശൻ മാഷ്ക്ക് കൈ കൊടുക്കുകയാണ്. CPM-കാരെ മനസ്സിലാക്കണം, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറയാൻ നിങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുംബൈക്ക് പോലും നിസ്കരിച്ചിട്ട് നിങ്ങൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഓന്റെ പ്രാർത്ഥനന്റെ ഊക്ക് മനസ്സിലായി, ഓന്റെ സുബൈന്റെ ഊക്ക് മനസ്സിലായി. അപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ അറിയോ നിങ്ങള്? ഒക്കെ ഞങ്ങൾക്കറിയാം, മറക്കൂല. അങ്ങനെ ജയിച്ചിട്ട് എന്താണോ CPM-കാര്? ഞാൻ CPM-നോട് പറയട്ടെ, രാഷ്ട്രീയമായി CPM-ഉം തമ്മിൽ മത്സരിക്കാനും പോരാട്ടം നടത്താനും ഒരു മടിയും ഞങ്ങൾക്കില്ല. പക്ഷേ ഇങ്ങനെ ജയിച്ചിട്ടെന്താണ്? ആണും പെണ്ണും കിട്ടുന്നതിൽ ഇരുട്ടിന്റെ മറവിൽ വോട്ടുകൾക്ക് വേണ്ടി കോംപ്രമൈസ് നടത്തി ജയിച്ചിട്ടെന്തു കാര്യമാണ്? അങ്ങ് സ്വർഗത്തിൽ പോകുന്ന പണിയൊന്നുമല്ലല്ലോ. MLA MP എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ കോപ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒരു MLA ആവാൻ, ഒരു MP ആവാൻ അവനവന്റെ വ്യക്തിത്വവും അവനവന്റെ വ്യക്തിശുദ്ധിയും നശിപ്പിച്ച് എന്തിനാണ് കോംപ്രമൈസ്? CPM പോലെയുള്ള ഉത്തരവാദപ്പെട്ട സംഘടനകൾ മനസ്സിലാക്കണം, രാജ്യത്തെ അപകടകരമായ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നവരുമായി ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ്. എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യാത്തത്? കാരണങ്ങൾ ഒരുപാടുണ്ട്, എല്ലാവർക്കും അറിയാം. ലീഗ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? 2 കാരണമാണ്. ഒന്ന്, ഇത്തരം മൂവ്മെന്റുകൾ രാഷ്ട്രവിരുദ്ധമാണ്, രാജ്യത്തിന് വിരുദ്ധമാണ്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥതയുണ്ട്, ഈ രാജ്യത്തൊരു നീതിബോധമുണ്ട്, ഇവിടെ ചില സംവിധാനങ്ങളുണ്ട്. അതിനെ മുഴുവൻ പരിഗണിക്കാൻ നിയമത്തിനും സംവിധാനത്തിനും അപ്പുറത്തൊരു സംവിധാനം ഉണ്ടാക്കി വെക്കുക രാഷ്ട്രവിരുദ്ധമാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം അത് മതവിരുദ്ധമാണ്. എങ്ങനെയാ മതവിരുദ്ധമാവുക? ഞാൻ ചോദിക്കട്ടെ, മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തെ ആക്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് ഇന്നുവരെ
ഇസ്ലാമിക സമൂഹത്തിനെതിരെ നടന്നിട്ടുള്ള ഏത് ആക്രമണങ്ങളും അത് ഇസ്ലാമിന്റെ തന്നെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. വിശുദ്ധമായ ഖുർആനിനെ തകർക്കാൻ വന്നവർ ഭഗവത്ഗീതയോ ബൈബിളോ ഉപയോഗിച്ചല്ല വന്നത്. ഖുർആൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെതിരെ ആക്രമണം നടത്തുക, ഖുർആൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിന്റെ സമൂഹത്തെ ആക്രമിക്കുക. ലോകത്തെവിടെയും അതേ കാണൂ, അത് മാത്രമേ കാണൂ. ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ട്. ഞങ്ങൾ പറയുന്നത് ദീനല്ലേ, ഞങ്ങൾ പറയുന്നത് ഖുർആനല്ലേ, ഞങ്ങൾ പറയുന്നത് ഇസ്ലാമല്ലേ? ഏതൊരു ചെറുപ്പക്കാരനും അല്പജ്ഞാനമുള്ള ചെറുപ്പക്കാരന്റെ ഹൃദയം ഒന്ന് പിടക്കാൻ അത് മതി, ആ ഒരു കാരണം മതി. ഞാൻ ചോദിക്കട്ടെ എന്റെ സുഹൃത്തുക്കളോട്, ഖുർആൻ മതി എന്ന് പറയുമ്പോ ഖുർആൻ മാത്രം അംഗീകരിച്ചുകൊണ്ട്, ഖുർആനിലെ വചനങ്ങൾ മാത്രം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഖുർആൻ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് വിശുദ്ധ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹജ്ജത്തുൽ വദാഇൽ, ഖുതുബത്തുൽ വദാഇൽ എന്തായിരുന്നു പ്രവാചകന്റെ പ്രഖ്യാപനം? ഇതാ ഞാൻ ബാക്കി വെക്കുന്നു വിശുദ്ധ ഖുർആൻ, ഇതാ ഞാൻ ബാക്കി വെക്കുന്നു എന്റെ ജീവിതചര്യകൾ, ഇതാ ഞാൻ ബാക്കി വെക്കുന്നു തിരുസുന്നത്തുകൾ, ഇതാ ഞാൻ ബാക്കി വെക്കുന്നു എന്റെ താബിഈങ്ങളുടെ ജീവിതം. ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്, ഖുർആന്റെ വിശദീകരണമാണ് നബിയുടെ ജീവിതം, ഖുർആനിന്റെ വിശദീകരണമാണ് താബിഈങ്ങളുടെ ജീവിതം. ഖുർആൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്നവർ ശൈഖ് മൗലവിയുമായി ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? ഖുർആൻ മാത്രം. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഖുർആൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയുമോ? ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉന്നുകൊടുക്കാൻ കഴിയുമോ?